നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, സാക്ഷാൽ നരേന്ദ്രമോദിജി, ലോക നേതാവ്, അദ്ദേഹം എത്രത്തോളമാണ് ലോകത്തിന് സ്വീകാര്യനായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ അഭിമാനികളായിട്ടുള്ള ഭാരതീയരുമാണ് നമ്മൾ. നോക്കൂ, അദ്ദേഹം 2014 ഭരണത്തിൽ വന്നതിന് ശേഷം ഈ ഭാരതത്തിൽ അഴിമതി എന്ന് പറയുന്ന ആ 4 അക്ഷരം തുടച്ചു നീക്കിക്കൊണ്ട് തൻ്റെ ഭരണത്തിലായാലും തൻ്റെ താഴെ തട്ട് മുതൽ മുകൾ തട്ട് വരെയുള്ള ഒരു ഭരണസാരഥികളിലും ഒരു അഴിമതിയും കാണിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ തന്നെയാണ് കേരളത്തിലെ അഴിമതിയുടെ കൂടാരങ്ങൾ, കേരള BJPയുടെ അഴിമതിയുടെ കൂടാരങ്ങൾ എന്ന രീതിയിൽ തന്നെ നമ്മൾ പച്ചയ്ക്ക് ഇതിനെ വിശേഷിപ്പിക്കേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ടാണ് BJPയുടെ ഈ അഴിമതി താങ്കൾ പറയുന്നത്? താങ്കൾ എന്താ BJP വിരുദ്ധനാണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസ് പാർട്ടിക്കും മറ്റുള്ള പാർട്ടികൾക്ക് നമ്മൾക്ക് വോട്ട് കുത്താനുള്ള ചോയ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഓരോ ഹിന്ദുത്വവാദിയും ഓരോ ഹൈന്ദവരും BJPക്ക് തന്നെയാണ്, സ്വാഭിമാനി ഹൈന്ദവരും വോട്ട് കുത്തുന്നത്. അതുകൊണ്ട് BJP എന്ന് പറയുന്ന ഞാൻ വോട്ട് കുത്തുന്ന ആ പാർട്ടിയെ ശുദ്ധീകരിക്കേണ്ടത് എൻ്റെ കൂടി കടമ തന്നെയാണ്. നോക്കൂ, ഇന്നിപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ഒരു ചെറിയ ഓഡിയോ ക്ലിപ്പ് അത് ഞാനിവിടെ കേൾപ്പിക്കാം. അതിനുശേഷം ഒരുപാട് പറയാനുണ്ട്. എനിക്കും കൃത്യമായിട്ട് ഇതിൻ്റെ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് പച്ചയ്ക്ക് നമുക്ക് ജനങ്ങളോട് വിളിച്ചു പറയേണ്ടതുണ്ട്. എന്തായാലും മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ആ വാർത്തയുടെ ചെറിയ ശകലം ഒന്ന് കേട്ടു നോക്കാം. സംസ്ഥാന BJPയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന അഴിമതിയെക്കുറിച്ച് ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷിന് ലഭിച്ച പരാതി വെറും ആരോപണം മാത്രമല്ലെന്ന് തെളിയുകയാണ്. പ്രവർത്തകരെ, അനുഭാവികളെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോയ്ക്കായി എത്തിയപ്പോൾ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാനായി നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയ കട്ടൗട്ടിനെ കുറിച്ച്. ഈ കട്ടൗട്ട് വാങ്ങിയതിന്റെ പേരിൽ എങ്ങനെ അഴിമതി നടന്നുവെന്ന് ഈ ശബ്ദരേഖ കേട്ടാൽ മനസ്സിലാക്കും. BJPയുടെ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന ഒരു സംസ്ഥാന നേതാവാണ് എങ്ങനെ പാർട്ടിയുടെ പണം വെട്ടിക്കണമെന്ന് നിർദ്ദേശം കൊടുക്കുന്നത്. പിന്നെ മറ്റത് 8000 പീസ് അടിക്കണം, ഡൈ കെട്ട്. അതിൽ പാതി നമുക്ക് പാതി ഇറക്കും, 8 കിലോ ഇറക്കും, 8 കിലോ പോകും. 8000 പീസ് മറ്റേ ഡൈ കെട്ടടി, ഡൈ അല്ലാത്ത മറ്റേ സ്ക്വയർ ഇല്ലടാ. 8000 പീസ്, അതായത് 10-12 ലക്ഷം രൂപ. 8 കിലോ നമുക്ക് 8 കിലോ വരും. ആ രീതിയിൽ ബില്ല് ഒരു മറ്റേ സ്ക്വയർ ബോർഡിന്റെ ബില്ല് റെഡി ആയിക്കോളെ. അത് അടിക്കണമെങ്കിൽ അപ്പോഴേ ഞാൻ പറയും. ഇതിന്റെ ബില്ല് 3 ഇൻവോയ്സ് അന്ന് കൊടുത്താലും ഓർമ്മയുണ്ടോ? അതിൽ ഏറ്റവും കുറഞ്ഞ ഇൻവോയ്സും കൂടെ വെച്ച് റെഡിയാക്കി വയ്ക്കും. തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയിൽ നടന്ന അഴിമതിയുടെ ആഴം വ്യക്തമാക്കുന്നതാണ് ഈ ശബ്ദരേഖ. കമ്മീഷൻ മാത്രമല്ല, ചെയ്യാത്ത പ്രവൃത്തിയുടെ പേരിലും പണം അടിച്ചു മാറ്റിയെന്ന് ഈ ശബ്ദരേഖയും ബില്ലും വ്യക്തമാക്കുന്നു. എല്ലാം തെളിവായി അന്വേഷിക്കുന്ന അച്ചടക്ക സമിതിയുടെ മുന്നിലുമെത്തി. ഈ നേതാവിനെ കുറിച്ച് BL സന്തോഷിന് ലഭിച്ച പരാതിയിൽ പറയുന്നുണ്ട്. കട്ടൗട്ട് പ്രിന്റിംഗ് ഇടപാടിൽ 2 പബ്ലിസിറ്റി ഇൻചാർജുമാർ 5 ലക്ഷം രൂപ കമ്മീഷൻ കൈപ്പറ്റിയ കാര്യം. ശബ്ദരേഖയിൽ നേതാവ് അടിച്ചു മാറ്റാനായി ഒപ്പിച്ചെടുത്ത 8 ലക്ഷം രൂപയുടെ ബില്ലുമുണ്ട്. ഒരു കട്ടൗട്ട് 175 രൂപ വീതം 6000 കട്ടൗട്ട് നിർമ്മിക്കാമെന്ന് ചുമതലപ്പെട്ട BJP നേതാക്കളെ കട്ടൗട്ട് പ്രവർത്തികളെ ഏൽപ്പിച്ച സ്ഥാപനം അറിയിച്ചിരുന്നു. എന്നാൽ ഒരു കട്ടൗട്ടിന് 310 രൂപ, 285 രൂപ, 265 രൂപ എന്നീ നിരക്കിട്ട് 3 കമ്പനികളുടെ പേരിൽ ചുമതലപ്പെട്ടവർ കൊട്ടേഷൻ വാങ്ങി. ഇതിൽ കുറഞ്ഞ നിരക്കായ 265 രൂപ നിർദ്ദേശിച്ച സ്ഥാപനത്തിനാണ് പ്രവൃത്തി നൽകിയത്. ഈ സ്ഥാപനമാണ് 175 രൂപയ്ക്ക് കട്ടൗട്ട് നിർമ്മിക്കാമെന്ന് ആദ്യം നിർദ്ദേശിച്ചത്. അതായത് BJPയുടെ വേലി തന്നെ വിളവ് തിന്നുകയായിരുന്നു. BJPയുടെ തെരഞ്ഞെടുപ്പ് ചുമതല ഉണ്ടായിരുന്നവർ അഴിമതി കാട്ടിയെന്ന് മാത്രമല്ല, അഴിമതി പണം കൂടുതൽ കിട്ടാൻ ആക്രാന്തവും കാട്ടി. ക്യാമറമാൻ രതീഷ് വെൺപകലിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. കേട്ടല്ലോ. നോക്കൂ, തിരഞ്ഞെടുപ്പ് കാലത്ത് ഫണ്ട് അടിച്ചു മാറ്റുക എന്നുള്ളത് സാധാരണ നമ്മൾ കേൾക്കുന്ന വാർത്ത തന്നെയാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണെങ്കിലും കോൺഗ്രസ് പാർട്ടിക്കാരാണെങ്കിലും തകൃതിയായി നടത്തുന്ന വിവരങ്ങളൊക്കെ ഓരോ സാധാരണക്കാരനും അറിയാമെന്നുള്ളതാണ്. ഇതിപ്പോൾ BJPയുടെ അവരുടെ ആഭ്യന്തര കാര്യമല്ലേ, അവരുടെ ഉള്ളിൽ നടക്കുന്ന കാര്യമല്ലേ, അതിലെന്താ നമ്മൾക്ക് കാര്യമെന്ന് അതിന് ലളിതവൽക്കരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നോക്കൂ, നിങ്ങൾ തന്നെ ചുറ്റുവട്ടവും നോക്കുക. ഒരു ജോലിയും പരജോലിയും ഇല്ലാത്ത BJPയുടെ ചോട്ടാ നേതാക്കന്മാരുടെ ചുറ്റുപാടുകളൊക്കെ നിങ്ങളൊന്ന് വീക്ഷിക്കുക. എനിക്കറിയാം, എനിക്ക് ഒരുപാട് അറിയാം ചോട്ടാ നേതാക്കന്മാരുടെ ഒരു ജോലിക്കും പോവാത്ത, എന്നാൽ കോടികളുടെ വീടും സ്ഥലവും ഇതിനകം തന്നെ സമ്പാദിച്ചിട്ടുള്ള ഒരുപാട് ചോട്ടാ നേതാക്കന്മാരെ എനിക്കറിയാം. ഒരു ജോലിക്കും എൻ്റെ അറിവിൽ ഇതുവരെ അവർ പോയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഇത്ര ലക്ഷങ്ങളുടെ കോടികളുടെ വീടും സ്വത്തും ഒക്കെ ഉണ്ടാവുന്നത് എന്ന് ചോദിക്കുന്നിടത്ത് തന്നെയാണ് ഇവന്മാരുടെ ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ തട്ടിപ്പ് മാത്രമല്ല, അല്ലാതെ കാലത്തുള്ള സെറ്റിൽമെന്റ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആലോചിച്ച്
നോക്കൂ, വെറും 3 MLA-മാർ ഉണ്ടായപ്പോഴേക്കും ഇവർ ഇത്രയ്ക്ക് വലിയ അഴിമതി കാട്ടുന്നു എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കേരള BJP ഇവിടെ ഒന്നുകൂടി ഉയർന്ന മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുക എന്നുള്ളതിന്റെ ചെറിയ സാക്ഷ്യപ്പെടുത്തൽ തന്നെയാണിത്. പിന്നെ എന്തിനാണ് മലർന്നു കടന്ന് തുപ്പുന്നത് എന്ന് ചോദിക്കുന്ന, ഇതിനെ ലളിതവൽക്കരിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നോക്കൂ, നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ ചോദിച്ചില്ലെങ്കിൽ നമ്മളല്ലാതെ ആരാണ് ഇവരോട് ചോദിക്കേണ്ടത്? നമ്മൾ ഓരോ ആളുകളും ചോദിക്കേണ്ടത് തന്നെയാണ്. കാരണം സാക്ഷാൽ ലോക നേതാവായിട്ടുള്ള നരേന്ദ്രമോദി ഇവിടെ അഴിമതി മുക്ത ഭാരതം എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഭരണം പോലും കിട്ടാത്ത രീതിയിലായിട്ടുള്ള കേരളം, ഈ കേരളത്തിൽ ഇപ്പോൾ തന്നെ ഇത്ര കണ്ട് ലക്ഷങ്ങൾ കട്ടുമുടിക്കുന്ന നേതാക്കന്മാരും അവരുടെ സിൽബന്ധികളും എങ്ങനെയാണ് ഇത് കക്കുന്നത് എന്നുള്ളതിന്റെ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നോക്കൂ, ഇതിൽ തന്നെ ഇവർ ചെയ്തിരിക്കുന്നത് എന്തെന്നറിയാമോ? വെറും 175 രൂപയുള്ള കട്ടൗട്ടർ നിർമ്മിച്ചു നൽകിയ കമ്പനി, ആ കമ്പനിയെ കൊണ്ട് തന്നെ 3 പ്രപ്പോസൽ നൽകിക്കുന്നു, അതല്ലെങ്കിൽ 3 കൊട്ടേഷൻ നൽകിക്കുന്നു. 265 മുതൽ തുടങ്ങി 300-ന് മുകളിലുള്ള 3 കൊട്ടേഷൻ നൽകിക്കുന്നു. അതും വ്യത്യസ്ത പേരുകളിലാണ് നൽകുന്നത്. എന്നിട്ട് അതിൽ ഏറ്റവും കുറവുള്ള 265 എന്ന ഫിഗറിന് ഉറപ്പിക്കുന്നു. എന്നാലോ 175 രൂപയ്ക്കാണ് ഇവർ ഇത് അടിച്ചു കൊടുക്കുന്നതും. അങ്ങനെ 8 ലക്ഷത്തിലധികം രൂപയാണ് നരേന്ദ്രമോദി ഇവിടെ കേരളം സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ കട്ടൗട്ടർ, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു വടിയിൽ കുത്തിപ്പിടിച്ചിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഫുൾ രൂപത്തോടു കൂടിയുള്ള നരേന്ദ്രമോദിജിയുടെ ആ കട്ടൗട്ടർ, ചെറിയ കട്ടൗട്ടർ, അതിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് വെറും ഒരു കട്ടൗട്ടറിൽ മാത്രമാണ്. എന്റെ നേർസാക്ഷ്യം പറയട്ടെ, അത് മറ്റാരുമല്ല, നെടുമങ്ങാട് മണ്ഡലത്തിൽ മത്സരിച്ച യുവരാജ് ഗോകുൽ ഉണ്ടല്ലോ, യുവരാജ് ഗോകുലിന്റെ തിരഞ്ഞെടുപ്പ് ഫണ്ടും കാര്യങ്ങളും അതിന്റെ ആക്ടിവിറ്റീസും നിയന്ത്രിച്ച ആളുകൾ ആര് എന്നുള്ളത് യുവരാജ് ഗോകുലിനോട് നേരിട്ട് നിങ്ങൾ ചോദിക്കുക. യുവരാജ് ഗോകുൽ ഒരു പൊതുസമ്മതനാണ്, അദ്ദേഹം നല്ലൊരു നേതാവാണ്, യുവ നേതാവാണ്, എല്ലാവരെയും കേൾക്കുന്ന നല്ലൊരു മനസ്സുള്ള നല്ലൊരു കുട്ടി തന്നെയാണ് എന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. പക്ഷേ ഇതിന് പിറകിലും പ്രവർത്തിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരുപാട് കള്ളന്മാരുണ്ട്, മഹാകൊള്ളക്കാരുണ്ട്. ഇവർ നടത്തിയ ഒരു കൊള്ളയുടെ വിശദ വിവരം എനിക്കറിയാം. എന്താണെന്നറിയാമോ? വെറും സാധാ പോസ്റ്റർ, അതായത് കടലാസിന്റെ പോസ്റ്റർ ഉണ്ടല്ലോ മതിലുകളിലൊക്കെ ഒട്ടിക്കുന്ന, ആ പോസ്റ്ററിൽ പോലും വെറും 3 രൂപ 20 പൈസ, തുച്ഛമായിട്ടുള്ള ആ പൈസയ്ക്ക് പ്രസ്സുകളിൽ നിന്ന് അടിച്ചു കിട്ടുന്ന പോസ്റ്ററുകൾ ഉണ്ടല്ലോ, അതുപോലും 4 രൂപയ്ക്കൊക്കെ മുകളിൽ ബില്ലിടിച്ചുകൊണ്ട്, അതും ലക്ഷക്കണക്കിന് പോസ്റ്ററുകളാണ് ഇങ്ങനെ അടിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ അടിക്കുന്ന തുച്ഛമായിട്ടുള്ള വെറും 3 രൂപ 3.5 രൂപയുടെയൊക്കെ ആ പോസ്റ്ററുകളിൽ പോലും കോടികളാണ് ഇവർ കക്കുന്നത്. അത് യുവരാജ് ഗോകുലെ അങ്ങയുടെ പേരെടുത്ത് തന്നെ പറയുന്നത് എനിക്ക് കൃത്യമായിട്ടും അറിയുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നട്ടെല്ലോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി ഒറ്റ തന്തയ്ക്ക് പിറന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവച്ച് പറയുക, ഇല്ല, 1 രൂപ പോലും BJP ഈ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് ഫണ്ട് അടിച്ചു മാറ്റിയിട്ടില്ല എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള നട്ടെല്ലുള്ള ഒറ്റ തന്തയ്ക്ക് പറന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ മുന്നോട്ട് വരിക. അതിന് കൃത്യമായിട്ട് തെളിവ് സഹിതം നൽകാൻ ഞാൻ തയ്യാറാണ്. ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട ഈ ഓഡിയോ, ഇതൊക്കെ ചെറിയ ഈ പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ ചെറിയ തട്ടിലുള്ള ചെറിയ തെളിവുകൾ മാത്രമാണ്. BL സന്തോഷ് എന്ന് വിളിക്കുന്ന കേരളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന അദ്ദേഹത്തിന് പരാതി പോയി എന്നൊക്കെ പറയുന്നു. പക്ഷെ എത്രത്തോളമാണ് ഇവിടെ നടപടിയെടുക്കുക എന്നിടത്ത് തന്നെയാണ് നമ്മൾ സസൂക്ഷ്മം വീക്ഷിക്കേണ്ടത്. കാരണം ഭരണത്തിലേറാൻ നിൽക്കുന്ന BJP എന്ന് പറയുന്ന ആ രാഷ്ട്രീയ പാർട്ടി, നരേന്ദ്രമോദി കാണിച്ചു തന്നിട്ടുള്ള വെട്ടിത്തെളിച്ചിട്ടുള്ള ആ അഴിമതി മുക്ത ഭരണം, ആ ഭരണത്തിന് ഈ കേരളത്തിലെ നിലവിലെ ഈ BJP നേതാക്കന്മാർ എത്രത്തോളം ഫലപ്രാപ്തി ഉള്ളവരാണ്, കള്ളന്മാരാണോ കൊള്ളക്കാരാണോ, ഇമാതിരി തട്ടിപ്പ് നടത്തുന്ന കടും വെട്ട് നടത്തുന്ന വൃത്തികെട്ട ജീവികളാണോ എന്നുള്ളത് പച്ചയ്ക്ക് ഉറക്കി നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും കോൺഗ്രസ് പാർട്ടിക്കാരും നടത്തുന്ന അരും കൊള്ളകളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ആ അരും കൊള്ള നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും പോലെ തന്നെയല്ലേ ഇന്നത്തെ കേരള BJP എന്ന് ചോദിച്ചാൽ, സംശയം ഉന്നയിച്ചാൽ എങ്ങനെയാണ് ആ ചോദിക്കുന്ന സംശയം ഉന്നയിക്കുന്ന ആളെ കുറ്റപ്പെടുത്താനാവുക? എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കൊള്ളക്കാർ നേതൃത്വം നൽകുമ്പോൾ ഈ നാട്ടിലുള്ള ജനകീയ വിഷയങ്ങളിൽ, എന്തിനേറെ ശബരിമല വിഷയത്തിലാണെങ്കിൽ പോലും എങ്ങനെയാണ് നീതി വാങ്ങിത്തരാനാവുക എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരും ചോദിക്കാനില്ല. അതുകൊണ്ട് ഇത് ചെറിയ സംഭവമാണോ വലിയ സംഭവമാണോ ഇവരുടെ ആഭ്യന്തര കാര്യമാണോ എന്ന് ഒരുപാട് സംശയിച്ച് ന്യായീകരിക്കാൻ ആരും ഇറങ്ങേണ്ട. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങുന്നവരൊക്കെ നാറും എന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിച്ചതുമായിട്ടുള്ള വാർത്തകൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നത്. അതുകൊണ്ട് കള്ളന്മാരെ കൂട്ടുപിടിച്ച് കൊള്ളക്കാരെ കൂട്ടുപിടിച്ച്, ആ കൂട്ടുപിടിക്കുന്നവർ കള്ളന്മാരെക്കാൾ കൊള്ളക്കാരെക്കാൾ വലിയ കള്ളന്മാരാണ് കൊള്ളക്കാരാണ് എന്ന ചിന്ത പൊതുസമൂഹത്തിന് മുൻപിൽ ഉണ്ട് എന്നിരിക്കെ ആരും ന്യായീകരിച്ച് ഇവനെയൊക്കെ വെള്ളപൂശിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി മുന്നോട്ട് വരേണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.